പ്രവാസ ലോകത്തേക്ക് വന്ന ചങ്ക്. യാത്രയൊക്കെ സുഖമായിരുന്നു. അതാണ് റൂം. അയ്യോ ഇത്ര വലിയ റൂമോ? ആ റൂമിന്റെ ഒറ്റയ്ക്കാ? ആരൊന്നും പറഞ്ഞില്ല. ഇല്ല, നീ ഒറ്റയ്ക്കാ. പ്രവാസികൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് നിന്റെ റൂം, അതാണ് നിന്റെ ബെഡ്. ചേട്ടാ ഞാൻ ഒറ്റയ്ക്കാ പറഞ്ഞിട്ട്? അതെ, ഇവരെല്ലാരും ഇവിടെ ഒറ്റയ്ക്കാ. അപ്പൊ താമസിക്കണ്ട, വലിഞ്ഞു കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഞാൻ ഇപ്പൊ വരാം. അയ്യോ അപ്പൊ ചേട്ടൻ ഇവിടെ? ഞാൻ അവിടെ തന്നെ, നിന്റെ താഴെ തന്നെ. ഇപ്പൊ വരാട്ടോ. ഇടാ, വെള്ളത്തിന്റെ പൈസ ഇപ്പൊ തന്നെ മേടിച്ചോ. ഒന്നും തോന്നരുതേ, ഇപ്പൊ കിട്ടിയില്ല പിന്നെ കിട്ടൂല. പേരെന്താ? സിജു. നാട്ടിലെവിടാ? നാട്ടിൽ കൊല്ലം. നല്ല സ്ഥലമാണല്ലോ. പിന്നെ ഇവിടെ എങ്ങനെയാ, വിസിറ്റിംഗിലാണോ അതോ ജോലിയുണ്ടോ? ജോലിയുണ്ട് ചേട്ടാ. ജോലിയൊക്കെ എടുക്കണമല്ലോ. ഓക്കെ, നാട്ടില് വീട്ടില് ഒറ്റയ്ക്ക് ശീലിച്ചവരായിരിക്കും അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ എല്ലാരും കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പാലിക്കേണ്ട കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. രാവിലെ എപ്പോഴും ഓഫീസിൽ പോകണ്ടേ? 8 മണിക്ക്. 8 മണിക്കല്ലേ? ഓക്കെ, അപ്പൊ രാവിലെ 5 മണിക്ക് എണീറ്റോ? 5 മണിക്കോ? 5 മണിക്ക് എന്താ വെളുക്കച്ച് പ്രേയറൊക്കെ ഉണ്ടോ? അയ്യോ, പ്രാർത്ഥനയൊന്നുമല്ല, മോനെ അപ്പഴും വിളിക്കൊന്നും വേണ്ടേ. അപ്പൊ ഞാൻ 7:30 എണീറ്റാ മതി ചേട്ടാ. 7ക്ക് ഞാൻ കയറും. 7 മണിക്ക്? 7 മണിക്ക് കശപ്പ് കയറും. 6:30? ഞാൻ 12 6 മണിക്ക് ഫ്രീ ആയിക്കല്ലോ ചേട്ടാ. 6 മണിക്ക് എനിക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഹലോ, 6 മണിക്ക് ഞാൻ കയറും. അപ്പൊ 6 മണിക്ക് അവൻ കയറും. അപ്പം 5 മണിക്ക് ഉണ്ട്, 5:30 എണീറ്റോ. ഓക്കെ, 5:30ക്കോ? പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഫുൾ ടൈം യൂസ് ചെയ്ത് കേട്ടോ. സൗണ്ട് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡാ. പിന്നെ വെള്ളം അടിക്കുന്ന ശീലമുണ്ടോ? വെള്ളം അടിക്കും. അടിക്കുന്നുണ്ടെങ്കിൽ വെളിയിൽ പോയി അടിച്ചിട്ട് മര്യാദയ്ക്ക് ഇടുന്ന് കിടന്നോണം. പിന്നെ എല്ലാരും ഉറങ്ങിയിട്ടാണ് നീ ഇവിടെ വന്ന് കിടക്കുന്നെങ്കിൽ വന്ന് കിടക്കുന്നത് നീയും നിന്റെ ബെഡും മാത്രമേ അറിയാൻ പാടുള്ളൂ. അതെങ്ങനെ? അതൊരു പ്രത്യേക നടത്തമുണ്ട്, പൂച്ച നടത്തം. ഏത് നടത്താ? അറിയില്ല? ഇല്ല. ആഷികെ ഒന്ന് കാണിച്ചെടുക്കടാ. ഇപ്പൊ കാണിച്ചുതരാം. ആദ്യം ഇങ്ങനെ മൊത്തം ഒന്ന് നോക്കാം, എന്നിട്ട് ഇങ്ങനെ ഇതെന്താ കള്ളണോ? ഇങ്ങനെ ഇങ്ങനെ വേണം ബെഡിൽ കിടക്കാൻ. മനസ്സിലായ? കണ്ടല്ല? പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. വന്ന ഉടനെ ഞാൻ പേടിക്കുന്നില്ല. ഇപ്പൊ റെസ്റ്റ് എടുത്തു. ഓക്കെ. എന്താ ചേട്ടാ, പുതിയ ആളാ? പുതിയ ആളാണ് അണ്ണാ, പുതിയ ആളാണ്. അണ്ണന്റെ അടുത്ത് കിട്ടും, എല്ലാം പറഞ്ഞു. പൊക്കോ. ശരി. മതിയോടാ.